SCTCO, UTEF സംഘടനകളുടെ നേതൃത്വത്തിൽ പണിമുടക്ക് പ്രകടനം നടത്തി കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ. പ്രകടനത്തിന്റെ ഉദ്ഘാടനം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു. അധ്യാപകരുടെയും സംസ്ഥാന ജീവനക്കാരുടെയും അവകാശ സംരക്ഷണത്തിനും ആനുകൂല്യ നിഷേധനത്തിനെതിരെയുമാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. കാക്കനാട് കളക്ടറേറ്റിൽ വെച്ചാണ് SCTCO, UTEF സംഘടനകളുടെ നേതൃത്വത്തിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ പണിമുടക്ക് പ്രകടനം നടത്തിയത്. പ്രകടനം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. രണ്ട് ഗഡുവായി മുടങ്ങിയത് ലഭിക്കാൻ ഒക്കെ സമരത്തിന് നേതാക്കന്മാരല്ലേ? എവിടെ പോയിപ്പോ മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും മുഖത്ത് നോക്കി അഭിപ്രായം പറയാൻ കേൾപ്പുള്ള ഇടതുപക്ഷ ജീവനക്കാരായിട്ടുള്ള എത്ര പേർ ഈ നാട്ടിലുണ്ട്? മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഹംസ പറക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. 6 ഗഡു ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് പ്രകടനം നടത്തിയത്. ചടങ്ങിൽ വിവിധ സർവീസ് സംഘടനാ നേതാക്കൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരളത്തിലെ 15ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ലഭിച്ച റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറയുന്നത് 53,137 കോടി രൂപ കേരളത്തിൽ ലഭിച്ചു എന്ന് ഏതാനും മാസം മുമ്പാണ് ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.